ഞാൻ ഈ അടുത്താണ് ഇങ്ങനെ ഒരു ചിത്രം കാണുന്നത്. അതായത് മനുഷ്യൻ്റെ ഹൃദയം പോലെ കണ്ടാൽ തോന്നുന്ന ഒരു വലിയ ഹൃദയത്തിൻ്റെ മോഡലിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ കയറിയിരിക്കുന്ന ചിത്രം, അല്ലെങ്കിൽ അത്രത്തോളം സൈസുള്ള കുറേ അറകൾ. ആക്ച്വലി ഇത്രയും വലിയ ഹൃദയം, അതും മനുഷ്യൻ്റേതുപോലെ തോന്നുന്ന ഹൃദയമുള്ള കരയിലെ ജീവി ഏതാണ് എന്ന് ഞാൻ അപ്പം ഞെട്ടിപ്പോയി. കാരണം അത്തരത്തിൽ ഒരു ജീവി, ഇപ്പോൾ ആനയുടെ ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ആനയുടെ ഹൃദയം ഭയങ്കര വലുതൊന്നുമല്ല. അപ്പോൾ പിന്നെ കരയിലല്ലാത്തൊരു ജീവിക്ക് എങ്ങനെയാണ് മനുഷ്യനുൾപ്പെടെയുള്ള മാമൽസ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന സസ്തനികളെ പോലെയുള്ള ഹൃദയമുള്ളത്? ആ ചോദ്യത്തിൽ നിന്നാണ് ആക്ച്വലി ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളായിട്ടുള്ള നീലത്തിമിംഗലങ്ങൾ മനുഷ്യനെ പോലെയുള്ള ജീവി വിഭാഗങ്ങളുടെ ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നീലത്തിമിംഗലങ്ങൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്നു എന്ന് മാത്രമല്ല, അത് ആക്ച്വലി കരയിൽ നടന്നിരുന്ന പഴയ ഹിപ്പോപ്പൊട്ടാമസിൻ്റെയൊക്കെ തന്നെ പൊതു പൂർവികനായിട്ടുള്ള ഒരു ജീവിയിൽ നിന്ന് കടലിലേക്ക് തിരിച്ച് നടന്നുപോയി ഒരു മത്സ്യത്തെ പോലെ ആയ ജീവിയാണ്. മത്സ്യത്തെ പോലെ, അതായത് നീലത്തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല. മാത്രമല്ല, അവ വെള്ളത്തിൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും അവയ്ക്ക് മത്സ്യങ്ങളുടേതായിട്ടുള്ള പ്രോപ്പർട്ടീസും ഇല്ല. അതിനെ പരിണാമത്തിൻ്റെ വാക്കുകളിൽ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും, എത്രത്തോളം നാച്ചുറൽ സെലക്ഷൻ ഇത്തരം ജീവികളെ വെള്ളത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന അത്തരത്തിൽ ഏകദേശം ഒരു 30 മീറ്റർ നീളവും ഒരു 20,000 കിലോഗ്രാം ഭാരവും ഒക്കെയുള്ള കരയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആഫ്രിക്കൻ ആനകളെക്കാൾ 30 മടങ്ങ് ഭാരമുള്ള ജീവികളെക്കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരു ഷോർട്സ് ചെയ്തിരുന്നു. അതായത് ഒരു വലിയ നീലത്തിമിംഗലത്തിൻ്റെ മരണം അതെങ്ങനെയാണ് കടലിലെ ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിപ്പമുള്ള ഒരു കൊട്ടാരം നിലതെറ്റി വെള്ളത്തിനടിയിലേക്ക് വീഴുന്ന പോലെയാണ് നീലത്തിമിംഗലങ്ങൾ വീഴുന്നതെന്നും അവിടെ മറ്റു ചില ജീവികളൊക്കെ എത്തിച്ചേരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര റീച്ചായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നീലത്തിമിംഗലങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ചരിത്രപരമായിട്ട് നോക്കിയാൽ തെളിവുകൾ അനുസരിച്ച് ഭൂമിയിൽ ഇന്നേ വരെ ഒരു ജീവിക്കും എത്താൻ പറ്റാത്തത്ര വലിപ്പമുള്ള ജീവികളാണ് ബ്ലൂ വെയിൽസ്. നിരോസറിൻ്റെ കാലത്തുള്ള ചില ജീവികൾ നീലത്തിമിംഗലങ്ങളെക്കാൾ വലുതായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ വെച്ച് നോക്കിയാൽ ഭൂമിയിലുള്ള അന്തരീക്ഷത്തിൻ്റെ സ്വഭാവവും പ്രകൃതിയുടെ നിയമങ്ങളും അനുസരിക്കുന്ന മാക്സിമം ലിമിറ്റിലാണ് തിമിംഗലങ്ങളുടെ ശരീരം വളർന്നിരിക്കുന്നത്. ഫിസിക്സിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഏതൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ ആ ലൂപ്പ് ഹോളുകളിലൂടെയൊക്കെ തന്നെ പരിണാമപരമായിട്ട് നീലത്തിമിംഗലങ്ങൾ വളർന്നിട്ടുണ്ട് എന്ന് കാണാം. സോ നീലത്തിമിംഗലത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ്, ഞാൻ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്യുകയും ഒരുപാട് സർവീസുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും ശീലങ്ങളുമായി ബന്ധപ്പെട്ടതും യൂട്യൂബിൻ്റെ പിന്നണിയിൽ എങ്ങനെ ഒരു നല്ല യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവാൻ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചധികം courses.jrstudioedu.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരം കോഴ്സുകൾ വേണമെന്നുള്ളവർക്ക് താഴെയുള്ള ലിങ്ക് ചെക്കൗട്ട് ചെയ്ത് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ കഥ ഞാൻ പറയാൻ പോകുന്ന നീലത്തിമിംഗലങ്ങളിൽ നിന്ന് ഡയറക്റ്റായിട്ടല്ല, പകരം കുറേ കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകമായിട്ട് നമുക്കൊന്നും തോന്നാത്ത ഒരു ജീവിയിൽ നിന്നാണ്. പാക്കിസെറ്റസ് എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരുന്നു? പാകിസ്ഥാൻ. അതെ, ഗവേഷകർക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ ഒരു ഫോസിലാണ് സത്യത്തിൽ നീലത്തിമിംഗലങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും അവർ കരയിൽ നിന്ന് കടലിലേക്ക് പോയി എന്നുള്ള ഒരു ധാരണ ശക്തമാകാനും തുടങ്ങിയത്. കാണാനായിട്ട് പാവം ഒരു ചെന്നായെ പോലെ ഇരിക്കുന്ന നീളമുള്ള മൂക്കും ചെറിയ കുളമ്പുമൊക്കെയുള്ള ഒരു പൂർണ്ണമായും കരയിൽ നടക്കുന്ന ഒരു ജീവിയായിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഹിപ്പോയുടെയും പന്നിയുടെയും മാനുവിൻ്റെയൊക്കെ കോമൺ ആൻസിസ്റ്ററായിട്ട് വേണമെങ്കിൽ നമുക്ക് അവരുടെ ഒരു പ്രത്യേകത വെച്ച് കണക്കാക്കിയെടുക്കാൻ പറ്റും. 4 കാലിൽ നടന്ന് വായുവൊക്കെ ശ്വസിച്ച് പുഴയോരത്തും കടൽ തീരത്തുമൊക്കെ ഇര തേടി നടക്കുന്ന ഒരു ജീവിയായിരുന്നു ഇവർ. പക്ഷേ ഈ ഒരു ജീവിയുടെ തലയോട്ടിയുടെ ഉള്ളിൽ പരിണാമത്തിൻ്റെ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. ഇൻവലൂക്രം എന്ന് വിളിക്കുന്ന കട്ടിയുള്ള ഒരു ചെവിയലുണ്ട്. വെള്ളത്തിനടിയിൽ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന ഈ പ്രത്യേകത ലോകത്ത് തിമിംഗല വർഗത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നായയെ പോലെയുള്ള ജീവികളാണ് നമ്മുടെ തിമിംഗലങ്ങളുടെ ആദിമ കാരണവർമാരെന്ന് നമുക്ക് ആ ഒരു ഫസ്റ്റ് പ്രൂഫിൽ നിന്ന് തന്നെ മനസ്സിലായി. കാലം കടന്നുപോയപ്പോൾ സാഹചര്യങ്ങൾ ഈ ജീവികളെ തീരത്ത് നിന്ന് പതുക്കെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ. അങ്ങനെ പിന്നെ വന്ന ജീവികളാണ് അവയിൽ നിന്ന് പരിണമിച്ച ആംബുലോസെറ്റസ്. ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീന്തുകയും നടക്കുകയും ചെയ്യുന്ന തിമിംഗലം എന്നാണ്. നമ്മുടെ നാട്ടിൽ ചീങ്കണ്ണികളും മുതലകളൊക്കെ ഉള്ള പോലെ ഇവർ വെള്ളത്തിലും കരയിലും ഒരുപോലെ ഇടപെടുന്ന ഒരു കരടി മുതല കോമ്പിനേഷനാണ്. നീളമുള്ള ശരീരം, നല്ല പവറുള്ള താടിയല്, പിന്നെ തുഴയാൻ പാകത്തിന് വിരലുകൾക്കിടയിൽ ചർമ്മമുള്ള മസിലുള്ള കാലുകൾ, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലുക്ക്.
കായലുകളിലും ചതുപ്പുകളിലും ഒതുങ്ങി പതുങ്ങിയിരുന്ന് ഇരയെ പിടിക്കുന്ന ഒരു ഭീകരൻ. കരയിൽ നടക്കാൻ ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും വെള്ളത്തിലിറങ്ങിയാൽ നല്ല സ്റ്റൈലായിട്ട് നീന്തുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ജീവിയായി ഇത് മാറി. സോ കൂടുതൽ സമയവും വെള്ളത്തിനടിയിൽ ജീവിക്കാൻ തുടങ്ങിയതോടെ ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഇവരുടെ ശരീരത്തിൽ ചില എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ തുടങ്ങി. വെള്ളത്തിൻ്റെ പ്രഷറും പൊങ്ങിക്കിടക്കാനുള്ള കഴിവുമൊക്കെ ഇവരുടെ രൂപത്തെ ആകെ മാറ്റിമറിച്ചു എന്ന് പറയാം. വെള്ളത്തിൽ ഭാരം അധികം തോന്നാത്തതുകൊണ്ട് കരയിൽ നടക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള കാലുകൾ ഇവർക്കൊരു ബാധ്യതയായിട്ടാണ് പിന്നീട് മാറിയത്. അങ്ങനെ പരിണാമത്തിൻ്റെ നാച്ചുറൽ സെലക്ഷനിലൂടെ ശരീരത്തിന് ഷേപ്പ് കിട്ടുകയും മുൻകാലുകൾ കുറുകുകയും കൈമുട്ടൊക്കെ ഉറച്ച് ഫ്ലിപ്പറുകൾ പോലെ ആയി മാറി. വെള്ളത്തിലൂടെ വഴിതിരിച്ചു വിടാൻ ഇതൊരു നല്ല രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ്. പിന്നീട് കാലുകൾ പണിയില്ലാത്തത് കൊണ്ട് തന്നെ അത് ചെറുതായി കാണാൻ പറ്റാതെയായി. ഇന്നത്തെ തിമിംഗലങ്ങളുടെ മസിലുകൾക്കിടയിൽ കുഞ്ഞൊരു എല്ല് കഷ്ണം നമുക്ക് അവരുടെ അസ്ഥികൂടം നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ ഈ ജീവികൾ നീന്തുന്ന രീതിയിലും വലിയ മാറ്റമുണ്ട്. മീനുകൾ വാല് ഇടത്തോട്ടും വലത്തോട്ടും ആട്ടിയാണ് നീന്തുന്നത് അല്ലേ. എന്നാൽ തിമിംഗലങ്ങൾ കരയിൽ നിന്ന് പഠിച്ചൊരു ഗുണം വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. തിമിംഗലങ്ങളുടെ നട്ടെല്ല് മേലോട്ടും താഴോട്ടും വില്ല് പോലെ വളയുന്ന രീതിയിലാണ് ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ചീറ്റപ്പുലിയോ പട്ടിയോ ഓടുമ്പോൾ ശരീരം അനങ്ങുന്ന അതേ മെക്കാനിക്സിലാണ് തിമിംഗലങ്ങൾ വെള്ളത്തിനടിയിൽ നീന്തുന്നത്. കരയിലെ ആ ഓട്ടം ഇവർ കടലിൽ അപ്ലൈ ചെയ്തു എന്ന് പറയാം. കൂടെ വാലിലെ ചിറകും കൂടി വന്നതോടെ സംഭവം എളുപ്പമായി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഇവരുടെ ശ്വസന രീതി. ശ്വസിക്കാനുണ്ടായ മാറ്റം എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ നമ്മൾ വിചാരിക്കും പരിണാമം തെറ്റാണ്, മീനുകൾ ശ്വസിക്കുന്നത് പോലെ അല്ലല്ലോ നീലത്തിമിംഗലം ശ്വസിക്കുന്നത്, നീലത്തിമിംഗലത്തിന് ശ്വാസകോശം ഉണ്ടെങ്കിൽ അതെങ്ങനെ വെള്ളത്തിൽ കിടക്കും എന്നൊക്കെ പല സംശയങ്ങളും നിങ്ങൾക്ക് വരും. പക്ഷേ തിമിംഗലങ്ങൾ പരിണമിക്കുന്ന സമയത്ത് അവരുടെ തല ഓരോ തവണയും വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഓക്സിജൻ എടുക്കണം. അത് ഭയങ്കര എനർജി വേസ്റ്റാണ്. മാത്രമല്ല ഇത്തരത്തിൽ തിമിംഗലങ്ങൾ പുറത്തേക്ക് വന്ന ഇരകൾ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവരുടെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ചെറുതായി മാറി കൂടുതൽ ഷേപ്പുള്ള ജീവികൾ അതിജീവിക്കുകയും മൂക്കിൻ്റെ തുമ്പിലുണ്ടായിരുന്ന ഹോൾസ് പതുക്കെ മുഖത്തിന് നടുവിലൂടെ നെറ്റിക്കും നേരെ മുകളിലായിട്ട് നീങ്ങുകയും ചെയ്തു. അങ്ങനെ അവസാനം അത് തലയുടെ ഏറ്റവും മുകളിലെത്തി. ഓർക്കുക, അത് എളുപ്പത്തിന് വേണ്ടി സംഭവിച്ചതല്ല. ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള നീലത്തിമിംഗലങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കിയതിന് ശേഷം അതിജീവിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന തിമിംഗലങ്ങൾക്ക് ബ്ലോ ഹോൾ എന്ന് പറയുന്ന ഒരു രൂപം വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് എഴുന്നു നിൽക്കുന്നത്. പ്രകൃതിയുടെ ഒരു മാസ് ഡിസൈൻ. ഇതുപയോഗിച്ച് ശരീരം ഒരല്പം പോലും പുറത്ത് കാണിക്കാതെ 1 സെക്കൻഡ് കൊണ്ട് ശ്വാസമെടുത്ത് തിരിച്ച് കടലിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകാൻ തിമിംഗലങ്ങൾക്ക് പറ്റും. സോ ഈ മാറ്റങ്ങളൊന്നും അത്ര നിസ്സാരമല്ലായിരുന്നു അല്ലേ. ഇവരുടെ ഉള്ളിലെ ആ പഴയ ബയോളജിയാണ് ഇവർ മാറ്റുന്നത്. അത് എഴുതിയെടുത്തതൊന്നുമല്ല, പകരം നാച്ചുറലി സംഭവിച്ചതാണ്. ഇന്നത്തെ തിമിംഗലത്തിൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു ടോർപിഡോ പോലെയുള്ള ശരീരമാണ്. വാലൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അതൊരു മീനാണെന്ന്. പക്ഷേ തെറ്റായ തോന്നലാണ്. ഈ മിനുസമുള്ള തൊലിക്കുള്ളിൽ തിമിംഗലങ്ങൾ ഒരിക്കലും മീനുകളായിട്ട് മാറിയിട്ടില്ല. അതായത് നമ്മൾ വിളിക്കുന്ന ഒരു പേര് കൺവെർജൻ്റ് എവല്യൂഷൻ എന്നാണ്. കൊടും തണുപ്പുള്ള ഒട്ടും പരിചയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വന്ന പാവം വാം ബ്ലഡഡ് ആയിട്ടുള്ള സസ്തനികൾ പിന്നീട് ക്രമേണ വെള്ളത്തിലേക്ക് ഇറങ്ങി ഉണ്ടായ വ്യത്യാസം. അതിനുവേണ്ടി അവർക്ക് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു, ചില കാര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളത്തിലുള്ള ഐസ് പോലത്തെ തണുപ്പ്. തണുത്ത വെള്ളത്തിൽ എങ്ങനെയായിരിക്കാം ഇവരുടെ പൂർവികർക്ക് ചൂടുള്ള രക്തമാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ എങ്ങനെയായിരിക്കാം ഇവർ അതിജീവിച്ചത്? അതിന് ഇവരുടെ ശരീരത്തിലുള്ള ഒരു പ്രത്യേകതരം കൊഴുപ്പാണ് ബ്ലബ്ബർ എന്ന് വിളിക്കുന്ന. ഈ ബ്ലബ്ബർ എന്ന് വിളിക്കുന്ന സാധനത്തിന് ഭയങ്കര വിലയാണ്. ഈ തിമിംഗലങ്ങളെയൊക്കെ പ്രധാനമായിട്ടും വേട്ടയാടുന്നത് തന്നെ ഇത്തരം വിലപിടിപ്പുള്ള കൊഴുപ്പ് കിട്ടാനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തിമിംഗലങ്ങളുടെ ഹൃദയത്തിന് മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് സാമ്യമുണ്ട്. അതിന് കാരണം മനുഷ്യനെ പോലെ 4 അറകളുള്ള ഹൃദയമാണ് ഇവർക്കുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വസിക്കാനായിട്ട് കരയിലേക്ക് വരണം എന്നുള്ള ഒരു സ്ട്രക്ചർ കൂടി ആയപ്പോൾ ശ്വാസകോശവും ഹൃദയവുമുള്ള ജീവിയാണെന്ന് മനസ്സിലാക്കാം. സോ മീനുകൾക്ക് ഗിൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ അബ്സോർവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ തിമിംഗലങ്ങൾ ഓരോ തവണയും വലിയ റിസ്ക് എടുക്കും. മിനിറ്റുകളോളം ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കുന്ന ഇവ ആഴക്കടലിലെ പ്രഷറിലും തകരാത്ത ശ്വാസകോശവും മസിലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജൻ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതായത് പലപ്പോഴും ഇവർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് ശ്വാസകോശം കൊളാപ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല രക്തത്തിലെ നൈട്രജൻ പ്രത്യേക രീതിയിൽ കുമിളകളായിട്ട് ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കും. അതിന് പകരമായി ശ്വസിക്കുന്ന സമയത്ത് മാക്സിമം ഓക്സിജനെ ശ്വാസകോശത്തിൽ എടുത്തിട്ട് അതിനെ അതിൻ്റെ മസിലിലും മറ്റും സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ശ്വാസകോശത്തിൽ ഒരിറ്റു ഓക്സിജൻ ഇല്ലാതെ അല്ലെങ്കിൽ വായുവില്ലാതെയാണ് ആഴക്കടലിലേക്ക് പോകുന്നത്. അടുത്തതാണ് തിമിംഗലങ്ങളുടെ പ്രസവം ഭയങ്കര ഭീകരമാണ്. മറ്റ് മീനുകളെ പോലെ ആയിരക്കണക്കിന് മുട്ടയിടുന്നതിന് പകരം അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ മാസങ്ങളോളം പോറ്റി വളർത്തുകയാണ് ചെയ്യുന്നത്.
പ്രസവ സമയമെല്ലാം വെള്ളത്തിൽ തന്നെയാണ്. വായു ശ്വസിക്കേണ്ട ഒരു പാവം കുഞ്ഞിന് ഇത് ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞ് ശ്വാസം മുട്ടി മരിക്കാതിരിക്കാനായിട്ട് ഒരു പ്രത്യേകതയുണ്ട്. കരയിലെ മൃഗങ്ങളുടെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർ ജനിക്കുമ്പോൾ വാലാണ് ആദ്യം പുറത്തേക്ക് വരിക. എന്നിട്ട് കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരൊറ്റ ഓട്ടമാണ്. ആ അമ്മയും കൂടെയുള്ള മറ്റ് പെൺതിമിംഗലങ്ങളും കൂടെ ചേർന്ന് പെട്ടെന്ന് കുഞ്ഞിനെ മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകും. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ബ്ലോ ഹോൾ വെള്ളത്തിൻ്റെ പുറത്തെത്തി ആദ്യമായിട്ടത് ശ്വാസം എടുക്കുന്നത് വരെ എല്ലാ ജീവികൾക്കും, എല്ലാ തിമിംഗലങ്ങൾക്കും ടെൻഷനാണ്. അവിടെ നിന്ന് ആ കുഞ്ഞ് അമ്മയുടെ നല്ല കൊഴുപ്പുള്ള പാല് കുടിക്കാൻ തുടങ്ങും. അങ്ങനെ കടലിനടിയിൽ വെച്ച് അമ്മപ്പാൽ കുടിക്കുന്ന ഒരു സന്ദർഭങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി. അതിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു കരയിൽ ജീവിക്കേണ്ട ഒരു സാധാരണ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും കോമൺ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്തനി അത്രയും റിസ്ക് എടുത്താണ് കടലിലേക്ക് തിരികെ പോയി ഈ ക്വാളിറ്റീസ് എല്ലാം വെച്ച് ജീവിക്കുന്ന. നമുക്കറിയാം എവല്യൂഷൻ ഒരിക്കലും റിവേഴ്സ് ചെയ്യില്ല, ഉള്ള കാര്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യും, പരിണാമത്തിൻ്റെ മാക്സിമം സാധ്യതകൾ നോക്കും. തിമിംഗലം അത്തരം സാധ്യതകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഒരു തിമിംഗലത്തിൻ്റെ കരയുമായിട്ടുള്ള അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്ന ഭാഗവുമായിട്ടുള്ള ബന്ധം പഠിക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ അവർ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അസ്ഥി കൂടെ നോക്കിയാൽ മതി. ആ കരജീവിയുടെ കറക്റ്റ് പ്ലാൻ നമുക്ക് ആ അസ്ഥി കൂടത്തിൽ കാണാം. തിമിംഗലത്തിൻ്റെ തുഴ പോലെയുള്ള കൈകളുടെ ഒരു എക്സ്റേ കണ്ടു കഴിഞ്ഞാൽ മീനുകൾക്കുള്ളതുപോലെയുള്ള എല്ലുകളല്ല അവിടെ ഉള്ളത്. പകരം മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കരയിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ കൈയുടെ അതേ രൂപത്തിൻ്റെ ഒരു ഷോർട്ടൺ വെർഷൻ അവിടെ കാണാം. ആ കൊഴുപ്പിനുള്ളിൽ 5 വിരലുകളുള്ള ഒരു കൈ തന്നെ അവർ അടക്കി പിടിച്ച് വെച്ചിട്ടുണ്ട്. കൈമുട്ടും കൈക്കുഴയും നീളമുള്ള വിരലുകളും ഒക്കെ ആയിട്ട് പഴയ അസ്ഥികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. കൈ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന ജനിതക നിർദ്ദേശങ്ങൾ ഒരിക്കലും അവരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എങ്ങനെയാണോ നീന്താൻ പറ്റുക അതേ രീതിയിലേക്ക് മാറി എന്ന് മാത്രം. വിരലുകളുടെ നീളമൊക്കെ ഒന്ന് കൂട്ടി സന്ധികൾ കുറച്ചുകൂടെ ഉറപ്പിച്ചിട്ട് ഒരു കയ്യുറ ഇട്ടതുപോലെ തൊലി അതിനെ പൊതിഞ്ഞു. അങ്ങനെ വെള്ളത്തിലൂടെ ഈസി ആയിട്ട് പാഞ്ഞു പോകാൻ വേണ്ടി ഇവോൾവ് ചെയ്തതാണ്. പിന്നെ ഇവരുടെ ബാക്ക് സൈഡ് പരിശോധിച്ചാൽ നട്ടെല്ലുമായിട്ട് പോലും ബന്ധമില്ലാത്ത ചെറിയ ചില എല്ലുകൾ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതായത് പണ്ട് കരയിൽ നടന്ന് ജീവിച്ച കാലത്തെ കാലുകൾ ചുരുങ്ങി ഒരവശേഷിപ്പായിട്ട് വെറുതെ കിടക്കുന്നതാണ്. സത്യത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള എവല്യൂഷൻ നാച്ചുറലി എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല എക്സാമ്പിൾ മനുഷ്യനേക്കാൾ തിമിംഗലങ്ങളാണ്. പുതിയൊരു ലോകം വരുമ്പോൾ എല്ലാം ആദ്യം മുതൽ തുടങ്ങുന്ന ഒരു പെയിൻറ്റർ അല്ല പരിണാമം എന്ന് പറയുന്നത്. അത് സാഹചര്യങ്ങളെ മനസ്സിലാക്കി പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയേ ചെയ്യാറുള്ളൂ. അങ്ങനെ പതുക്കെ തലമുറകൾ എടുത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടാണ് കരയിലുള്ളൊരു ജീവിയുടെ ശ്വാസകോശവും ഹൃദയവും കൈകാലും ഒക്കെ പ്രത്യേക രീതിയിൽ ഇവോൾവ് ചെയ്ത് ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ജീവിയായി മാറുന്നത്. വെള്ളത്തിൽ ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഗ്രാവിറ്റി എന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഇവർക്ക് മാറിക്കിട്ടിയത്. അതായത് കരയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. ഒരു പരിധിയിലധികം വളരാൻ പറ്റില്ല, ഒരു പരിധിയിലധികം നീളം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈറ്റ് കൂടുന്നത് ഒരു ബാധ്യതയാകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിൽ ഇതാണ്. അതിനെ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഒരു റീസെൻറ്റ് വീഡിയോ ആണ്. കരയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല സൊല്യൂഷനാണ് വെള്ളത്തിൽ വെച്ച് ഇവയ്ക്ക് പരിണമിച്ചപ്പോൾ ഉണ്ടാകാൻ പറ്റിയത്, അതായത് മാക്സിമം സൈസ്. ഒരു ജീവിക്ക് ഭയങ്കരമായിട്ടുള്ള ശരീരം ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജീവി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് കരയിലായാലും വെള്ളത്തിലായാലും അതിൻ്റെ ഓക്സിജൻ ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ കരയിലാവുമ്പോൾ അത് എളുപ്പത്തിൽ വായുവിൽ നിന്ന് ശ്വാസകോശം വഴി കിട്ടും. പക്ഷേ വെള്ളത്തിലാവുമ്പോൾ ഓക്സിജൻ വല്ലാത്ത സ്കേഴ്സിറ്റിയാണ്. അതുകൊണ്ടായിരിക്കാം അത് ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നത്. പക്ഷേ തിമിംഗലം എത്രമാത്രം സ്ട്രീം ലൈൻഡ് ആയാലും അതിൻ്റെ ശരീരത്തിൽ എത്ര വലിയ പാളി ഉണ്ടെങ്കിലും അതിന് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അതിജീവിക്കാൻ വേണ്ടി ആഴക്കടലിൽ ഇരുട്ടിലേക്ക് ഊളിയിട്ട് പല മീൻകുട്ടികളെയും പിടിച്ച് കഴിക്കേണ്ട അവസ്ഥയിൽ തന്നെ അതിന് കുറേ അധികം നേരം വെള്ളത്തിനടി ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും. ഒരുപാട് ആഴത്തിലേക്ക് വന്നാൽ അതിന് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് വന്നിട്ട് പെട്ടെന്ന് വായു എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് നേരം വായുവിനെ പിടിച്ചു വയ്ക്കണം. വായു തീരാറായി എന്ന് മുൻകൂട്ടി തിരിച്ചറിയണം. സർഫസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തൻ്റെ വായു തീരുന്നതിന് മുമ്പ് പല തവണയായിട്ട് മുകളിൽ വന്ന് വായു എടുത്തിട്ട് ആ വായുവും കൊണ്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്ത് താഴേക്ക് പോകണം. ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴും തിമിംഗലങ്ങൾക്ക് കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ എത്ര ഓക്സിജൻ എടുത്തു, അത് എത്ര നേരം ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ശ്വാസകോശത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, സോ അത് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് താഴേക്ക് പോകുന്നു. സോ ഇത് മൊത്തം കാൽക്കുലേഷനാണ്. കൃത്യമായിട്ട് ശ്വസിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ തിമിംഗല വർഗ്ഗത്തിൻ്റെ ശ്വസന രീതി ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സ് ആണ്. മണിക്കൂറുകളോളം ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ജീവിയെ പോലെയാണ് തിമിംഗലങ്ങൾ പ്രവർത്തിക്കുക. അതിൻ്റെ ഉള്ളിൽ സ്ക്യൂബ ടാങ്ക് പോലെയുള്ള ഭയങ്കര വലിപ്പമുള്ള ശ്വാസകോശങ്ങളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. തിമിംഗലത്തിൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിയാൽ അതിൻ്റെ ശ്വാസകോശം കരയിലെ മറ്റു മൃഗങ്ങളെക്കാൾ വലുതല്ല. ആഴക്കടലിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വായു നിറഞ്ഞ വലിയ ശ്വാസകോശങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഗുണമില്ല എന്ന് മാത്രമല്ല,
വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ കടൽ വെള്ളത്തിൻ്റെ ഭാരം കാരണം 10 മീറ്ററിലധികം പ്രഷർ കൂടി കൂടി വരും അടിയിലേക്ക് പോകും തോറും. അങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രഷർ കാരണം ഉള്ളിലെ ഗ്യാസൊക്കെ കംപ്രസ് ആവാനും ഹൈ കോൺസെൻട്രേറ്റഡ് നൈട്രജൻ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് കംപ്രസ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ തിമിംഗലം തിരിച്ച് വെള്ളത്തിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ കുറയുന്ന കാരണം നൈട്രജൻ രക്തത്തിലും സന്ധികളിലും ഒക്കെ കുമിളകളായി മാറും. ഇപ്പോൾ മനുഷ്യർ ഡൈവിങ്ങിന് പോകുന്ന സമയത്ത് ഡീകംപ്രഷൻ സിക്നസ് അല്ലെങ്കിൽ ദ ബെൻസ് എന്ന് വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പ്രഷറിനെ അതിജീവിക്കാൻ വേണ്ടി അത് പ്രധാനമായിട്ടും ചെയ്യുന്നത് വലിയ അളവിൽ ശ്വാസം എടുത്ത് പ്രഷറിനോട് പൊരുതുന്നതിന് പകരം അത് ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്തിനുള്ള തൊട്ട് മുമ്പ് വായു വലിച്ചെടുത്ത് അതിൽ നിന്ന് ഓക്സിജനൊക്കെ മാറ്റിയിട്ട് ഈ ശ്വാസത്തെ പെട്ടെന്ന് പുറത്തേക്ക് വിടും. അപ്പോൾ ശരീരം പൊങ്ങിക്കിടക്കില്ല. ഒരു കല്ല് താഴേക്ക് പോകുന്ന പോലെ, എന്നിട്ട് സിമ്പിളായിട്ട് പോകും. അപ്പോൾ എനർജി ലാഭിക്കാൻ പറ്റും. അതേസമയം ഇവരുടെ വാരിയെല്ലുകൾ നല്ല ഫ്ലെക്സിബിളാണ്. അതിനനുസരിച്ച് അവർ വെള്ളത്തിന് ടോർപിഡോ പോലെ താഴേക്ക് ഡൈവ് ചെയ്ത് പോവുകയും ചെയ്യും. ഈ വലിച്ചെടുത്ത വായുവിലെ ഓക്സിജൻ എടുത്തിട്ട് അവരുടെ മസിലിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും താഴേക്ക് പോകുമ്പോൾ ശ്വാസകോശത്തെ ചുരുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്വാസകോശത്തിലെ ബാക്കിയുള്ള വായുവിനെയും പുറത്തേക്ക് തള്ളി അവരുടെ ശരീരം സ്ട്രോങ് ആക്കി വയ്ക്കുമ്പോൾ തന്നെ അവരുടെ ശ്വസന സംവിധാനത്തെ ഓഫാക്കി വയ്ക്കും. ഇങ്ങനെ ഓഫാക്കി വെച്ചിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നത് അവരുടെ ഓക്സിജൻ നേരിട്ട് രക്തത്തിലേക്കും കോശത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിൽ നല്ല അളവിലുള്ള രക്തം മുഴുവൻ ഹീമോഗ്ലോബിൻ നിറച്ചു വെച്ച, അതായത് ചുവന്ന രക്താണുക്കളും ഹീമോഗ്ലോബിൻ നിറച്ചു വെച്ച അവസ്ഥയിലാണ്. അങ്ങനെ അതിൽ കുറേ ഓക്സിജൻ സൂക്ഷിക്കും. പിന്നെ ഇവരുടെ മസിലിൽ മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ട്. അത് വലിയ അളവിൽ ഓക്സിജനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. സോ ആഴക്കടലിലേക്ക് പോകുന്ന തിമിംഗലത്തിന് കരയിലുള്ള മൃഗങ്ങളെക്കാൾ 10 ഇരട്ടി വരെ മയോഗ്ലോബിൻ കാണും. അതുകൊണ്ട് ഇവരുടെ മസിലുകളുടെ നിറം എപ്പോഴും നല്ല കടും ചുവപ്പ് നിറമാണ്. അതിൻ്റെ കൂടെ ഇവർക്ക് ഡൈവ് റിഫ്ലക്സ് ഉണ്ട്. അതായത് ഹൃദയമിടിപ്പിനെ പതുക്കെയാക്കുകയും വയറ്, കിഡ്നി തുടങ്ങിയ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടത്തെ താൽക്കാലികമായി നിർത്തുകയും ഒരു ഹൈബർനേഷൻ സ്റ്റേജിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം കുറച്ച് ഉപയോഗിച്ച് വെള്ളത്തിനടിയിൽ പോയി ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും മിനിറ്റിൽ 2-3 തവണ മാത്രമേ ഹൃദയം പോലും തിമിംഗലങ്ങൾക്ക് മിടിക്കാറുള്ളൂ. ഒരു കൃത്യമായ കാൽക്കുലേഷനിലാണ് എല്ലാ തിമിംഗലങ്ങളും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറുതെ ഒരിടത്ത് പോയി ഇരയെ കിട്ടാതെ ഓക്സിജൻ കളയാനായിട്ട് ഒരിക്കലും ഈ ജീവികൾ ശ്രമിക്കാറില്ല. കാരണം തിരിച്ച് മുകളിലേക്ക് വരാനും നല്ല ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ശരീരമുള്ള ജീവികൾ വളരെ സിമ്പിളായിട്ടൊന്നുമല്ല ഭക്ഷണം പിടിക്കുന്ന, ഭയങ്കര റിസ്ക്കാണ്. ഏകദേശം 150 ടണ്ണോളം ഭാരമുള്ള ശരീരവും ഈ ചൂടുള്ള രക്തമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എത്രമാത്രം ഭക്ഷണം വേണം. സോ അതിനായിട്ട് അവർ ചെയ്യുന്നൊരു രീതി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് അത്ഭുതം തോന്നും. ക്രിൽ എന്ന് പറയുന്ന ചില പ്രത്യേകതരം മത്സ്യക്കൂട്ടങ്ങളെ കണ്ടുപിടിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാസമായിട്ടുള്ള ഹണ്ടിങ് ആണ് ഒരു തിമിംഗലം ചെയ്യുക. അതിന് നമ്മൾ ലഞ്ച് ഫീഡിങ് എന്നാണ് വിളിക്കുന്നത്. കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. തൻ്റെ വലിയ വാലാട്ടി ആഞ്ഞു തുഴഞ്ഞ് ഒരു എക്സ്പ്രസ് ട്രെയിൻ വരുന്ന സ്പീഡിലേക്ക് തിമിംഗലങ്ങൾ ഓടിയെത്തും. ഏകദേശം ഒരു 35-40 കിലോമീറ്റർ വേഗത്തിൽ ക്രിൽ കൂട്ടത്തിൻ്റെ നടുവിലേക്ക് പാഞ്ഞു കയറി കറക്റ്റ് ലാസ്റ്റ് സെക്കൻഡിൽ അതിൻ്റെ വമ്പൻ താടിയെല്ല് താഴേക്ക് താഴ്ത്തി ഒരു റൈറ്റ് ആംഗിൾ പോലെ ആക്കിയിട്ട് ഇവർ പെട്ടെന്ന് ഈ താടിയെല്ലുകളുടെ അകത്തേക്ക് ഒരു കൂട്ടം വെള്ളത്തെ അങ്ങ് വിഴുങ്ങും. ആ വെള്ളത്തിനോടൊപ്പം, ആ തള്ളിക്കയറുന്ന വെള്ളത്തിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രില്ലുകൾ ഇങ്ങനെ ലോക്കായി കിടക്കും. അങ്ങനെ പല മടക്കുകളിലൂടെ ബലൂൺ പോലെ വീർത്ത് വെള്ളത്തിനടിയിൽ ഒരു ഭീമൻ പാരച്ചൂട്ട് വിടർത്തുന്നത് പോലെ വിടർത്തി ഒറ്റയടിക്ക് ക്രില്ല് മീനുകൾ ഉൾപ്പെടെയുള്ള വെള്ളത്തെ മുഴുവൻ അങ്ങ് വിഴുങ്ങും. അപ്പോൾ ഇത്രയും ഭീകരമായിട്ട് ശരീരം വികസിക്കുമ്പോൾ ആ ബോഡി കീറിപ്പോവാത്തത് എന്താണെന്ന് തോന്നും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൻ്റെ ഈ ബഞ്ചി കോഡ് പോലുള്ളൊരു സാധനമാണ്. അതായത് പൊട്ടിപ്പോകാതെ 2 മടങ്ങ് വരെ നീളാൻ കഴിയുന്ന ഭാഗങ്ങൾ ശരീരത്തിലുണ്ട്. ആ മസിലുകളുടെ സഹായത്തോടു കൂടി താടിയിൽ ഒറ്റയടിക്ക് തുറന്ന് കുറേ വെള്ളത്തെ അകത്താക്കി കുറേ മീനുകളെ അകത്താക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ജീവികളെ മാത്രം അരിച്ചെടുത്തിട്ട് വെള്ളത്തെ പുറത്ത് കളയുന്നത്? അതാണ് നാക്ക്. ഒരു ആഫ്രിക്കൻ ആനയുടെ അത്രയും വലിപ്പമുണ്ട് ഒരു തിമിംഗലത്തിൻ്റെ നാവിന്. ഒരു ഹൈഡ്രോളിക് മെഷീൻ പോലെ വെള്ളത്തിനെ മേലോട്ട് തള്ളും. അങ്ങനെ വെള്ളം മുഴുവൻ വായിൽ കുടുങ്ങിക്കിടക്കുന്ന ബലീൻ പ്ലേറ്റുകളിലൂടെ വെള്ളം സുഖമായിട്ട് പുറത്തേക്ക് പോകും. പക്ഷേ ബലീൻ പ്ലേറ്റുകളിൽ ഒരു വല പോലെ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ലക്ഷക്കണക്കിന് ക്രിൽ മത്സ്യങ്ങളെ ഉള്ളിൽ കുടുക്കിയിടും. അങ്ങനെ ഒറ്റ വരവിൽ ടൺ കണക്കിന് ഭക്ഷണമാണ് ഇതിൻ്റെ വായിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര റിസ്ക്കാണ്. ഒരു കത്തിയിൽ നിൽക്കുന്ന പോലെയാണ്. കാരണം ഇത്രയും സ്പീഡിൽ വന്ന് വായ പാരച്യൂട്ട് പോലെ തുറന്ന് ആ എനർജിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് മീനുകളെ മാത്രം ഉള്ളിലെടുക്കുന്നൊരവസ്ഥ നടക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫിസിക്സ് അറിഞ്ഞിരിക്കണം. അതായത് ടൺ കണക്കിന് മീനുകളെ അത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകണം.
അപ്പോൾ എങ്ങനെയാണ് krill മീനുകളെ കണ്ടുപിടിക്കുന്നത് എന്നതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. കടലിൽ പലതരത്തിലുള്ള ഒഴുക്കുണ്ട്. ഈ ഒഴുക്കുകൾക്കനുസരിച്ച് പലതരത്തിലുള്ള ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചേരും. നമ്മൾ ഈ ചാകര എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ന്യൂട്രിയൻ്റ് റിച്ച് ഭാഗത്തേക്ക് കുറേ മീനുകൾ ഒന്നിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് krill മീനുകളും പല ഭാഗത്തായിട്ട് കൂട്ടത്തോടെ കാണുന്നത്. അപ്പോൾ ഈ കൂട്ടത്തോടെ കാണുന്ന സ്ഥലങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ബാലൻസ് അനുസരിച്ചാണ് ഒരു തിമിംഗലം ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർ പട്ടിണി കിടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു തിമിംഗലത്തിൻ്റെ കോസ്റ്റ് ഓഫ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ശരീരം അത് നീക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വായുവിനേക്കാൾ ഏകദേശം 800 ഇരട്ടി കട്ടിയുള്ളതാണ് വെള്ളം. സോ വായുവിനേക്കാൾ വിസ്കസ് ആണ് എന്ന് സയൻറ്റിഫിക്കലി പറയും. അതുകൊണ്ട് സ്പീഡ് അല്പം കൂട്ടിപ്പോയാൽ പോലും വെള്ളം ഭയങ്കരമായിട്ട് നമ്മളെ തടയും. അതായത് വളരെ വേഗത്തിൽ വെള്ളത്തിൽ നമുക്ക് നീന്താൻ പറ്റില്ല. വല്ലാത്ത ഡ്രാഗ് ഉണ്ട് എന്ന് ഫിസിക്സിൻ്റെ ടേമിൽ പറയാം. കരയിലെ ജീവികൾ ഗ്രാവിറ്റിക്കെതിരെ പൊരുതിയാണ് ജീവിക്കുന്നതെങ്കിൽ തിമിംഗലങ്ങൾ വെള്ളം എന്ന് പറയുന്ന മതിലിന് എതിരെയാണ് എപ്പോഴും നീന്തുന്നത്. അതിനുവേണ്ടി തിമിംഗലങ്ങളുടെ ശരീരം വല്ലാത്തൊരു ഷേപ്പ് എടുക്കും. അതായത് ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പിലാണ് തിമിംഗലങ്ങൾ ഇരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊന്നും നിലനിൽക്കേണ്ട കാര്യമില്ല. അതായത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ചെവികൾ, രോമങ്ങൾ, ശരീരത്തിന് പുറത്തേക്ക് നിൽക്കുന്ന ജനനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ തന്നെ പല ഭാഗത്തേക്ക് നഷ്ടപ്പെടുത്തുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ വെള്ളത്തിലൂടെ നീന്തുന്ന ജീവികൾക്ക് വരുന്ന ഒരു പെർഫെക്റ്റ് ഷേപ്പിലേക്കാണ് തിമിംഗലങ്ങൾ വരുന്നത്. അങ്ങനെ ഇവർ വെള്ളത്തിലേക്ക് ഊളിയിടാനായിട്ടുള്ള രീതിയിലേക്ക് പരിണമിച്ചു. വെള്ളത്തിനടിയിൽ ജീവികൾക്ക് കണ്ണ് കാണുവാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രകാശം അത്രത്തോളം കണ്ടക്റ്റീവ് ആയിരിക്കില്ല വെള്ളത്തിൽ. അതുകൊണ്ട് പ്രധാനമായിട്ടും തിമിംഗലങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധ്യതയാണ് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ശബ്ദത്തിനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുക. വായുവിൽ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ 5 ഇരട്ടി വേഗത്തിലൂടെയാണ് വെള്ളത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. മാത്രമല്ല എനർജി അങ്ങനെ ലോസ് ആവുകയില്ല. കട്ടി കൂടുതലുള്ള വൈബ്രേഷനുകൾ പാസ് ചെയ്യാൻ നല്ലൊരു മീഡിയമായിട്ട് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അത് മുതലാക്കാൻ വേണ്ടി ഏറ്റവും മികച്ച അക്കോസ്റ്റിക്സ് ഹാർഡ്വെയറുകൾ തിമിംഗലത്തിനുണ്ട്. ചെവികൾ പുറത്തേക്ക് തുറന്നിരിക്കുന്നതിന് പകരം അത് കട്ടിയുള്ള എല്ലുകളിലൂടെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന റിസീവർ ഉപയോഗിച്ചുകൊണ്ടാണ് ശബ്ദം എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുന്നത്. തിമിംഗലത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം മനുഷ്യർക്കൊന്നും അത്രത്തോളം കേൾക്കാൻ പറ്റാത്തത്ര ലോ ഫ്രീക്വൻസിയിലുള്ളതാണ്. വെള്ളത്തിനടിയിൽ ശബ്ദ തരംഗങ്ങളെ നശിപ്പിക്കാൻ ഒന്നിനും കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കടലിലെ മലകളെ ചുറ്റിയും താപനില വ്യത്യാസമുള്ള പാളികളിലൂടെയും ചിതറിപ്പോകാതെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റും. അതായത് സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ സോണാർ ചാനൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക പാളിയിലേക്ക് കടന്ന് അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ഒരു നാച്ചുറൽ ഗൈഡ് പോലെ വെള്ളത്തിൽ വർക്ക് ചെയ്യാറുണ്ട്. സോ ഈ ചാനലിനുള്ളിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലെ ലേസർ പോലെ പവർ കുറയാതെ ശബ്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനുഷ്യനുണ്ടാക്കിയ എല്ലാ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെക്കാളും പവർഫുൾ ആയൊരു സംഭവമാണ് ഇത്തരത്തിൽ തിമിംഗലങ്ങൾക്കുള്ളത്. ആഫ്രിക്കയുടെ തീരത്ത് നിന്ന് ഒരു തിമിംഗലം ഉണ്ടാക്കുന്ന ശബ്ദം സൗത്ത് അമേരിക്കയുടെ തീരത്തുള്ള വേറൊരു തിമിംഗലത്തിന് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവർ വെറുതെ ഇരുട്ടത്ത് ചീറ്റുകയല്ല, ലോകം മുഴുവൻ നീളുന്ന ഒരു ഗ്ലോബൽ കോൺവെർസേഷനിലാണ് ഇവർ പങ്കെടുക്കുന്നത്. കടലിൻ്റെ ആഴവും ദൂരെയുള്ള കൊടുങ്കാറ്റുകളും ഒക്കെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. കിലോമീറ്ററുകൾ അകലെയുള്ള കൂട്ടുകാരുമായിട്ട് ഇവർ പലപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കും എന്നർത്ഥം. അതായത് കടൽ ഭയങ്കര ശബ്ദ കോലാഹലമാണ്. നമ്മുടെ അത്യാധുനികമായിട്ടുള്ള ലോ ഫ്രീക്വൻസി ശബ്ദം വലിച്ചെടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങളിൽ ഇത്തരം തിമിംഗലങ്ങളുടെ ശബ്ദം ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത. ചില പ്രത്യേകതരം പാട്ടുകൾ പോലെയാണ് തിമിംഗലങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത്. പക്ഷേ അതിലൂടെ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയില്ല. ചിലപ്പോൾ പെൺ തിമിംഗലങ്ങളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആൺതിമിംഗലങ്ങൾക്ക് മുന്നിൽ താനൊരു പുലിയാണെന്ന് കാണിക്കാനോ ഒക്കെ പ്രത്യേകതരം ശബ്ദം പുറത്തുവിടുന്ന തിമിംഗലങ്ങളുണ്ട്. ഇപ്പോൾ മയിൽ പീലി ആട്ടി വിടർത്തുന്നത് പോലെ അല്ലെങ്കിൽ കുയിലിൻ്റെ പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മേറ്റിംഗ് സ്വഭാവമാണോ അതോ നാവിഗേഷൻ ബീക്കണാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ശബ്ദം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ വിടുന്ന ശബ്ദത്തെ അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ ശരിക്കുമുള്ളൊരു രസകരമായ കാര്യം, അതായത് സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്നൊരു കാര്യമുണ്ട്, അതായത് ഗ്രാൻഡ് മദർ എഫക്റ്റ് എന്ന് പറയും. ലോകത്ത് മനുഷ്യർക്കും വേറെ ചില തിമിംഗലങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു സ്വഭാവമാണ് മെനോപോസ്. അത്തരം മെനോപോസ് സംഭവിക്കുന്ന ഒരു ടൈപ്പ് തിമിംഗലമാണ് ഓർക്ക. പ്രായമായിട്ട് കുറേ കാലം ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ഡൗട്ട് വരുന്ന രീതിയിൽ നമുക്ക് സംശയമുണ്ടാകുന്നത് ഇവിടെയാണ്. അതായത് തിമിംഗലങ്ങൾ കുറേ നാൾ ജീവിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു ലിവിങ് ലൈബ്രറി പോലെ അമ്മുമ്മയെ പോലെ പ്രവർത്തിക്കാൻ ഓർക്കകൾക്ക് സാധിക്കും. അവർ ഓർമ്മകൾ സൂക്ഷിക്കുന്ന മുത്തശ്ശിമാരെ പോലെ നിലനിൽക്കുകയും മീനുകൾ കിട്ടാതാവുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കുറയുമ്പോഴോ പണ്ട് എവിടെയൊക്കെ ആഴക്കടലിൽ പോയി ആഹാരം കണ്ടോ അത്തരം കാര്യങ്ങൾ ഓർത്തെടുത്ത് ഗ്രൂപ്പിനെ അങ്ങോട്ട് നയിക്കുന്ന ഒരു സോഷ്യൽ ലേണിംഗ് മെത്തേഡ് ചില ഓർക്ക വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ കാണാറുണ്ട്.
അതായത് പ്രായം കൂടിയ ഓർക്കകളെ ടാക്റ്റിക്കൽ കമാൻഡർ പോലെ തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്നതായിട്ട് ഇവരുടെ സോഷ്യൽ ബിഹേവിയറിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അറിവ് പകർന്നു നൽകുന്ന സ്വഭാവത്തെ ഇക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാറുണ്ട്. തിമിംഗലങ്ങൾക്ക് നമ്മുടെ കൈകളോ വിരലുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ചരിത്രം സൃഷ്ടിക്കാത്തത്. പക്ഷേ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. അന്റാർട്ടിക്കയിൽ ചില ഓർക്കകൾ ഐസ് പാളികളിൽ ഇരിക്കുന്ന സീലുകളെ വീഴ്ത്താൻ തിരമാലകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അവയെ വേട്ടയാടാറുണ്ട് എന്ന വീഡിയോസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല പസഫിക്കിലുള്ള ചില തിമിംഗലങ്ങൾ കടൽ തീരത്തേക്ക് ചാടി ഇരയെ പിടിക്കുന്ന പരിപാടി വരെ ചെയ്യാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കടലിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ മാസ്റ്റർ ക്ലാസ്സാണ് തിമിംഗലങ്ങളുടെ മനസ്സ്. അവർക്ക് വലിയ വീട് വയ്ക്കാനോ ആയുധങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള ഇൻ്റലിജൻസ് ഇല്ല. പക്ഷേ പാരമ്പര്യം മനസ്സിലാക്കാനും അവരുടെ കഴിവുകൾ തലമുറകളോളം കൈമാറാനും പലതരത്തിൽ ഈ ഒരു വളരെ വൈൽഡായിട്ടുള്ള കടലിൽ അതിജീവിക്കാനും തിമിംഗലങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിമിംഗലങ്ങളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. അതായത് തിമിംഗലങ്ങളെല്ലാം കാർണിവോറസ് ആണോ, അതായത് മത്സ്യങ്ങളെ മാത്രം കഴിച്ച് ജീവിക്കുന്നവരാണോ എന്നൊരു ചോദ്യമുണ്ട്. ആക്ച്വലി തിമിംഗലങ്ങൾ മത്സ്യങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ ക്രില്ലുകളെ മാത്രമല്ല കഴിക്കുന്നത്. പകരം അവർ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സസ്യജാലങ്ങളെയും കഴിക്കാറുണ്ട്. പക്ഷേ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള തിമിംഗലങ്ങളെ ഇതുവരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം തിമിംഗലങ്ങൾ വെള്ളത്തിലില്ല. അവരുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും നോക്കിക്കഴിഞ്ഞാൽ സസ്തനികളായിരുന്നപ്പോൾ ഒരുപക്ഷെ പശുക്കളെ പോലെയുള്ള ഒരു ദഹന വ്യവസ്ഥ അവർക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് പശുവിൻ്റെ വയറ്റിൽ കാണപ്പെടുന്ന ടൈപ്പ് ബാക്ടീരിയകൾ തിമിംഗലങ്ങളുടെ വയറ്റിലും കാണപ്പെടാറുണ്ട്. ഒരു തിമിംഗലം ഏറെക്കുറെ 200 വർഷത്തോളം ജീവിക്കുമെന്നാണ് ശരാശരി കണക്ക്. വെള്ളത്തിൽ ജീവിക്കുന്ന സ്രാവുകൾക്കും തിമിംഗലങ്ങൾക്കും അത്യാവശ്യം നല്ല ഏജ് തള്ളി നീക്കാൻ പറ്റും. ഒന്നാമത്തെ കേസ്, അവർക്ക് അത്രത്തോളം പല സാഹചര്യങ്ങളിലും ഊർജ്ജമോ ശരീരഭാഗങ്ങളോ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. രണ്ടാമത്തെ കേസ്, ഞാൻ പറഞ്ഞ പോലെ ഓർക്കകൾ പോലെയുള്ള ജീവികൾക്ക് അവരുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടാലും അവർ സോഷ്യൽ ഗൈഡായിട്ട് ഒരു ഇൻ്റലിജൻ്റ് രീതിയിൽ അതിജീവിക്കാറുണ്ട്. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഒരു തിമിംഗലം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത്രയും ഭീകരമായൊരു ജീവി കടലിൽ തകർന്നു വീണാൽ ചില തിമിംഗലങ്ങളും ഡോൾഫിനുകളും ഒക്കെ തന്നെ അവരുടെ മരണം മുൻകൂട്ടി തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആക്ച്വലി മുൻകൂട്ടി തിരിച്ചറിയപ്പെടുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് ഈ ഒരു പറയുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ച് കടലിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ എത്തുമ്പോൾ അവർ ആ തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതായിരിക്കാം. വെയിൽ ഫോൾ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു സംഭവമാണ്. അതായത് വലിയൊരു നീല തിമിംഗലം അല്ലെങ്കിൽ മറ്റ് തിമിംഗലങ്ങളോ മരിക്കുന്ന സമയത്ത് അവരുടെ വലിയ മാസീവായിട്ടുള്ള ബോഡിക്ക് അവസാന നിമിഷങ്ങളിൽ കരയിൽ വന്ന് ഓക്സിജൻ എടുക്കാനൊന്നുള്ളൊരു ശേഷി ഉണ്ടാവില്ല. അപ്പോൾ പതിയെ അവരുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് വലിയൊരു കൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ വന്ന് വീഴുകയും അങ്ങനെ ആദ്യം അതിൻ്റെ മാംസം, സ്രാവ് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ തിന്നു തീർക്കുകയും പിന്നെ അതിനെ പല ജീവികൾ പറ്റിപ്പിടിച്ചിരുന്ന് കഴിക്കുകയും കെമിക്കലുകളും മറ്റും ഉപയോഗിച്ച് എല്ലൊരുക്കുകയും അതിൻ്റെ ഉള്ളിലെ കൊഴുപ്പെടുക്കുകയും പിന്നെയും ദ്രവിപ്പിച്ച് അതിനുശേഷം അതൊരു പവിഴപ്പിറ്റ് പോലെ ആവുകയും ചെയ്യുന്നതിലൂടെയാണ് തിമിംഗലത്തിൻ്റെ അൾട്ടിമേറ്റ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ചിലപ്പോൾ തിമിംഗലങ്ങൾ കരയിൽ അടിയാറില്ലേ? അതെ, പല തിമിംഗലങ്ങൾക്കും ചിലപ്പോൾ നീന്താനുള്ള ശേഷിയായിരിക്കും നഷ്ടപ്പെടുക. അപ്പോൾ മരണത്തിന് തൊട്ട് മുമ്പ് അവ നീന്താൻ ശ്രമിക്കും, അന്തരീക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്ന് സർഫസിൽ വന്ന് ശ്വാസം എടുക്കാൻ ശ്രമിക്കും. അതിന് പറ്റാറില്ല. മാത്രമല്ല കടലിൽ പലതരം കറണ്ടുകളുണ്ട്, ഓഷൻ കറൻസ് ഉണ്ട്. ഇത്തരം ഓഷൻ കറൻസിനെ അതിജീവിക്കാൻ കഴിയാതെ ഓപ്പൺ സീയിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് ക്ലോസ് ആയിരിക്കും. കരയോട് ക്ലോസ് ആയിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ തിരമാലയോടൊപ്പം കരയ്ക്കടിയുക ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ തിമിംഗലങ്ങൾക്കും അങ്ങനെ സംഭവിക്കാറില്ല. അസുഖം വന്നൊക്കെ മരിക്കുന്ന തിമിംഗലങ്ങളാണ് പ്രോബബിലി ഇത്തരത്തിൽ പെട്ടെന്ന് കരയിൽ അടിയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പല സാഹചര്യങ്ങളിലും പല രീതിയിലായിരിക്കും ഇവ കരയ്ക്കടിയുക. കൂടുതൽ തിമിംഗലങ്ങളും വെള്ളത്തിനടിയിലേക്ക് മരണപ്പെട്ട് വീഴുകയും അതിനെ ക്രമേണ കടലിലെ ജീവികൾ ഡീകമ്പോസ് ചെയ്ത് ഇല്ലാതാക്കുകയും അത് വലിയൊരു ഗ്രേവിയാർഡായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ പരിണാമത്തിൽ ഇത്രയും വലിയൊരു ജീവി ഇങ്ങനെ പരിണമിച്ചുണ്ടായതും അതിപ്പോഴും ഇത്രയും എണ്ണം കൊണ്ട് അതിജീവിക്കുന്നതും കടൽ ഇത്രയും വെല്ലുവിളികൾ താണ്ടി വർഷങ്ങളോളം ജീവിക്കുകയും പ്രസവിക്കുകയും മുലയൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്കൊപ്പം തന്നെ എൻ്റെ കോഴ്സുകൾ കൂടി ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ബ്ലോഗിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ